എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ കൃഷിസ്ഥലം ഒരുക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ എടുത്തായിരുന്നു. അതിനുശേഷം പന്തലിടുകയും വിത്തിടുകയും ഇപ്പം എല്ലാ സംഭവങ്ങളും വിളഞ്ഞ് പാകത്തിന് കിടക്കുകയും ചെയ്യുന്നു. പയറൊക്കെ ആദ്യമേ ആയിരുന്നു. പയറിൻ്റെ ഏകദേശം വിളവ് ഏകദേശം നിന്ന് നിൽക്കുകയാണ്. പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇനി എല്ലാം ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം. ഞങ്ങളിന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഏകദേശം വിളവ് ഏകദേശം എടുക്കുകയാണ്. ഏകദേശം എല്ലാം തന്നെ ഒരെടുപ്പിന് പാകമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വഴുതനങ്ങയൊക്കെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ശരിയായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങൾ ഏപ്രിൽ മുതൽ പച്ചക്കറി തീരെ കുറവാണ് മേടിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വഴുതനങ്ങ, പയർ, തക്കാളി ഏകദേശം മുഴുവൻ സാധനം തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയായിരുന്നു. വഴുതനങ്ങ ഞാൻ സാധാരണ മെഴുക്കുരുട്ടി വയ്ക്കും, അതല്ല വറുത്തരിച്ച് കറി വയ്ക്കും. പിന്നെ അതിലുമൊക്കെ ഏറ്റവും നല്ലതാണ് ഞങ്ങൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ പാസ്ത വേവിച്ചിട്ട് സവോളയും ഈ ഇത് വഴുതനങ്ങയും കൂടി ഇട്ട് അത് നമുക്ക് വേറൊരു വീഡിയോ ആക്കി നമുക്ക് കാണിക്കാം, നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം. കാരണം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ അന്ന് നട്ട തക്കാളിയാണ്. ഇതങ്ങ് വളർന്ന് ഏകദേശം ഒരു 4-5 കിലോ തക്കാളി ഇതിൽ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷേ ഇത് ഏപ്രിൽ നട്ടാണ്. ഇതിൻ്റെ വിളവ് ഏകദേശം തീർന്നു. അതിൻ്റെ തണ്ടെല്ലാം ഏകദേശം ഉണങ്ങി. സേറയാണെങ്കിൽ താഴത്തേക്ക് ഞങ്ങൾ നനയ്ക്കാൻ ഇറങ്ങുമ്പോഴത്തേനും അവൾക്ക് ഒരു തക്കാളി പറിച്ച് തിന്നുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ്. അത് പറിച്ച് എടുത്തോ, അതിൻ്റെ തണ്ടൊക്കെ പോയാൽ സെറാപ്പി അത് ഫ്രഷാണ്. ഞങ്ങൾ ഇന്നലെ മഴയൊക്കെ പെയ്ത് പോയത്, അതുകൊണ്ട് തന്നെ ചെളിയും കാര്യങ്ങളൊന്നുമില്ല. നല്ലതാണോ? നല്ല രുചിയാണോ? കടിച്ച ഭാഗം കാണിച്ചേ. കണ്ടോ, ഇതിൻ്റെ അകം മുഴുവൻ നല്ല ഫുള്ള് തിക്കാണ്. ഇതിനകത്ത് ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഈ തക്കാളി നമ്മുടെ കറി വെക്കാനുള്ള തക്കാളിയല്ല. ഇത് ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള നമ്മുടെ ഇൻസലാത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല സുഖം. ഇപ്പം ജിഷ പറിക്കാൻ പോകുന്ന തക്കാളി അതും വേറൊരു ടൈപ്പ് തക്കാളിയാണ്. ഇത് ഇൻസലാത്ത തക്കാളിയാണ്. ഇതൊരു പ്രത്യേകതയുണ്ട് ഇതിന്. ഇച്ചിരി പഴുത്തു പോയി. ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഇത് മഞ്ഞയും പച്ചയും ചുവപ്പും കൂടിയുള്ള ഒരു കളറിൽ നിൽക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഞങ്ങൾക്കൊരു വാഴവിത്ത് കിട്ടിയായിരുന്നു. വാഴവിത്ത് ഞങ്ങൾ മേടിച്ചു ഇവിടെ വെച്ചു. ശരിയായിട്ട് പറഞ്ഞാൽ ഇത് കൊലയ്ക്കും, പക്ഷേ ഇതിൻ്റെ പഴം നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ ചുണ്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും വാഴ ഇങ്ങനെ കുറച്ചിങ്ങനെ കാണാം വിദേശങ്ങളിലൊക്കെ. പക്ഷേ അതിൻ്റെ ചുണ്ട് നല്ല സൂപ്പറാണ് തോരൻ വെക്കാൻ. പിന്നെ ഞങ്ങളിത് വെച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ വാഴയില എടുക്കാം. വാഴയില എടുത്ത് അടയുണ്ടാക്കാനും അതുപോലെ തന്നെ മീൻ പൊള്ളിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലതാണ്. ജിഷ ഇവിടെ ചീര, ഞങ്ങൾക്ക് ചീരയും കിട്ടിയില്ല. കാരണം ചീരയും മുളകും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഇവിടെ ഒച്ചിൻ്റെ ശല്യമുണ്ട്. അപ്പം ആ ഒച്ച് മുഴുവൻ ചെറുപ്പത്തിൽ തന്നെ ഇത് കടിച്ച് അത് മുറിച്ച് കളയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനങ്ങളൊന്നും കിട്ടിയില്ല. നനയ്ക്കാനൊക്കെ ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി അന്നേരം സേറയും ഞങ്ങളുടെ ഒപ്പം ഇറങ്ങിപ്പോരും. ഇപ്പോൾ സേറ അവിടെ നിന്ന് അങ്ങേറ്റത്ത് സൈക്കിളിൽ പറന്നടിച്ച് വരുന്നുണ്ട്. ജിനീഷ് ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പുളിയും പയറില്ലേ, പുളിയും പയറാണ്. ഇത് പൊളിച്ചെടുത്ത് കഴിഞ്ഞ് തന്നെ തോരൻ വയ്ക്കാനും പിന്നെ നമ്മുടെ മറ്റേ വള്ളിപ്പയറില്ലേ, വള്ളിപ്പയറിൻ്റെ കൂട്ടത്തിലിട്ട് തോരൻ വയ്ക്കാനും നല്ല അതേ നാട്ടിലത്തെ അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ട് പൊട്ടിക്കിളുത്ത് നന്നായിട്ട് വരുന്നുള്ളൂ. ഓരോ തണ്ടയിലും ഇപ്പോൾ എല്ലാ പ്രാവശ്യം എടുപ്പിനും ഇതുപോലെ തന്നെ നിറഞ്ഞ് കുമിഞ്ഞ് നിൽക്കുക.
മുകളിലേക്ക് ഇത്രയും അങ്ങ് വിള വരുന്നില്ല, പക്ഷെ താഴത്ത് ഇഷ്ടം പോലെയാണ്. കൊച്ചിനെ തരാം കേട്ടോ. ഇത് ഒരു സുന്ദരമായ ഒരു പയറാണ്. ഇത് നല്ല പയറാണ്. ഇത് പക്ഷെ എനിക്ക് പയർ നല്ല ഇഷ്ടമാണ്. എനിക്ക് പാവയ്ക്കൊക്കെ നല്ല കയ്പാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ കഴിക്കാറില്ല. ഞാൻ കഴിക്കും, പക്ഷെ അതൊക്കെ നല്ല കയ്പാണ്. അത് പക്ഷെ നമ്മൾ കഴിക്കാറുണ്ട്, പക്ഷെ കയ്പാണ്. ഞങ്ങൾ തക്കാളി അവിടെയാണ് കണ്ടിട്ട്, ഞങ്ങൾ തക്കാളിയാണ്. കുഞ്ഞു തക്കാളിയൊക്കെ ഉണ്ടാവാറായി. ഞങ്ങൾ തക്കാളി ചെറുതാ എപ്പം വലിയതായിക്കൊണ്ടിരിക്കുവാണ്. സേറ എങ്ങനെ തക്കാളി കഴിക്കണേ? അങ്ങനെ കഴിക്കും. ഇത് കൈകാലിയാണ്, എപ്പോഴും ഇതിൽ പോയി കഴിക്കും. താങ്ക് യു. സേറാപ്പിയുടെ പൊക്കമുണ്ടോ? നല്ല വലിപ്പമുണ്ടോ അല്ലേ? എൻ്റെ കയ്യിൽ നീളമുണ്ടല്ലേ? ഈ മുന്തിരിക്കോല പോലെ കിടക്കുന്നത് പുതിയതായിട്ടുണ്ടായി വരുന്ന തക്കാളികളാണ്. കണ്ടോ എന്തോരം തക്കാളിയാന്ന് നോക്കി. ഇത് ഇഞ്ചിയാണ്. ഞാനിടയ്ക്ക് വീട്ടിൽ കിളുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതെടുത്ത് ചുമ്മാ ഒന്ന് നട്ട് നോക്കിയതാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടിയിൽ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. കണ്ടോ പൊട്ടി കിളുക്കുന്നുണ്ടോ വീണ്ടും. ഇത് നമ്മുടെ കുഞ്ഞുള്ളിയാണ്. ഇതിങ്ങനെ 2 ചെറിയ പാത്രത്തിനകത്താക്കി മണ്ണിട്ട് വെച്ചതാണ്. വീട്ടിലും അതുപോലെ തന്നെ വിദേശത്തും ഒക്കെ കൊണ്ടുവരുന്ന ഇതുപോലുള്ള കുഞ്ഞുള്ളികൾ നമ്മൾ മുളച്ചത് കാണുമ്പോൾ ഒന്നെങ്കിൽ എടുത്ത് കളയും, അല്ലെങ്കിൽ അത് മുറിച്ചിട്ടെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പകുതി ഭാഗത്തോളം മുറിഞ്ഞു പോയതുകൊണ്ട്, മുളച്ചു പോയതുകൊണ്ട് നമുക്കതിന് ശരിയായിട്ടുള്ള ഒരു പ്രയോജനം കിട്ടത്തില്ല. പക്ഷേ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴിച്ചിടുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു ഒറ്റ ചുവട് ഉള്ളിയാണ്. ഇത് ഒറ്റ ചുവട് ഉള്ളിയാണ്. ശരിയായിട്ട് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 ചുള ഉള്ളി ആയിട്ട് വിളഞ്ഞ് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ അതുപോലെയുള്ള കിളുത്തുപോയ ഉള്ളികൾ നട്ടിരിക്കുന്നതാണ്. ഈ സാധനം പനിനീർ കൂർക്കയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ തന്നെ പനിനീർ കൂർക്കയല്ല. ഈ സാധനം നമ്മുടെ കൂർക്കയാണ്. നാട്ടിൽ നമ്മൾ തോരൻ വെക്കാനും മെഴുക്കുരുട്ടി വെക്കാനൊക്കെ എടുക്കുന്ന കൂർക്കയാണ്. ഇത് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ഒരു 4-5 കോടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ മിക്കവാറും കാണുമായിരിക്കും. പക്ഷേ അതിൻ്റെ വിളവ് കിട്ടുമെന്ന് അറിയാമല്ല, കാരണം 10-15 ദിവസത്തിനുള്ളിൽ ഇവിടെ തണുപ്പും മഴയും തുടങ്ങും. അപ്പം നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അത് കുറച്ച് കിളുത്തമുണ്ടായിരുന്നു. ഒരു 10-12 ചോടി ഞാൻ അതുകൊണ്ട് പല സ്ഥലത്തായിട്ട് ഇട്ടായിരുന്നു. നമ്മൾ കൃഷി സ്ഥലം ഒരുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് പഴയ ഒരു ചോട് മുളക് ഇവിടെ നിൽപ്പുണ്ടെന്ന്. ആ മുളക് കിളുത്താണിത്. അപ്പം ഇത് നമ്മുടെ ഒരു പിരിപിരി ചിക്കൻ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു മുളകാണ്. ഇത് നമ്മുടെ നാട്ടിലെ കാന്താരി മുളകിന് ഏകദേശം സമാനമായിട്ടുള്ളൊരു സൈസ് മുളകാണ്. പക്ഷെ അത്ര എരിവല്ല, അതിനേക്കാളും മുഴുത്തതാണ് ഈ മുളക്. പിരിപിരി ചിക്കൻ എന്ന് പറയുന്നത് ഒരു UK ഒരു ഡിഷാണ്. ശരിയായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു സോസ് നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാത്തരം ഇറച്ചികളുടെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അതൊരു ദിവസം ഞാനൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാം. ഇവിടെ നേരത്തെ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, നിങ്ങളെ കാണിച്ചായിരുന്നു. നമ്മളിവിടെ ഈ കൃഷി നടത്തുന്ന സമയത്ത് വെളുത്തുള്ളി മുഴുവൻ ഇവിടെ ഒരു ചോട് വെളുത്തുള്ളി നമ്മൾ പറിക്കാതെ നിന്ന ഇത് കണ്ടോ. അപ്പം അന്ന് വെളുത്തുള്ളി ഞങ്ങൾ പറിച്ച സമയത്ത് എനിക്ക് 1-1.5-2 കിലോ വെളുത്തുള്ളി കിട്ടിയായിരുന്നു. അന്ന് വെളുത്തുള്ളി പറിച്ച സമയത്ത് ശരിയായിട്ട് പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. ജസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ ഞാൻ ടാഗ് ചെയ്യാം. വീട്ടിൽ മേടിച്ചിട്ട് വന്ന ഉരുളൻകിഴങ്ങ് കുറേ കിളുത്ത് പോയായിരുന്നു. അപ്പോൾ ആ കിളുത്ത ഉരുളൻകിഴങ്ങെല്ലാം കൂടി ഞങ്ങൾ ചെറിയ പീസാക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കിളുത്തിട്ടുണ്ട്. ശരിയായിട്ട് പറഞ്ഞാൽ അതും പറിക്കാനായിട്ടില്ല. അത് പറിക്കണതും ഈ ഉള്ളി പറിക്കുന്നതും കൂടി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പം ഞാൻ അതിൻ്റെ തണ്ട് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ചൂട്. ഉരുളൻകിഴങ്ങ് നമുക്കിവിടെ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഉരുളൻകിഴങ്ങ്. ഇവിടെ മണ്ണില്ലാത്തതുകൊണ്ട് കക്കി പുറത്തേക്ക് വന്ന് നിൽക്കുക. ഇത് കണ്ടോ, ഇതാണ്. പക്ഷെ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, കാരണം
നമ്മളിത് എല്ലാം ഇട്ടിട്ട് വേസ്റ്റ് സ്ഥലത്താണ് ലാസ്റ്റ് കൊണ്ടിട്ടിരിക്കണത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഈ പറയണ പോലെ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ കറി വെക്കണ തക്കാളിയാണ്. ഇത് ഞങ്ങളുടെ വിത്ത് മേടിച്ചതല്ല, ഇത് വീട്ടിൽ നമ്മൾ എല്ലാം പറിച്ചു, എല്ലാം മൂത്ത് വയ്ക്കണമല്ലേ. ഇത് കറി വെക്കാൻ വേണ്ടി മേടിച്ച് നമ്മുടെ തക്കാളിയുടെ അതിനകത്തെ വിത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അതിനുശേഷം മണ്ണിലിട്ട് കിളിപ്പിച്ചെടുത്താൽ. എന്നിട്ട് പറഞ്ഞ് ഇതിനകത്തും നമുക്ക് ആവശ്യത്തിനുള്ള വിളവ് കിട്ടി. ഒറ്റ പ്രശ്നം, ഇത് മുളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പയറെല്ലാം മുകളിലായി. ഇതിൻ്റെ തണ്ടെല്ലാം പെട്ടെന്ന് ആളിച്ച് മുകളിലേക്ക് കയറിപ്പോകും. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള പച്ചക്കറികളായി. ജിഷേ എന്നാക്കിയാ സ്പെഷ്യൽ വെക്കണേ? പാവയ്ക്ക തോരൻ വെക്കാം, അവിയലുണ്ടാക്കാം, പടവലങ്ങ ഉണ്ട്, പയറ് തോരൻ വെക്കാം, പഴുതനയും കൊണ്ട് നമുക്കൊരു പാസയം ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് കയറുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ നേരെ പുറകിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളുടെ വീടിങ്ങനെ വഴിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ബൈ 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 പറഞ്ഞേ. ബൈ 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 ബൈ. നെക്സ്റ്റ് വീഡിയോ, അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞു. എന്താണെങ്കിലും ഞങ്ങളിന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി എന്നാ ശിക്ഷ കാണിക്കണം, ഫ്രഷായി ഞങ്ങളിന്ന് വീഡിയോ ഓണാ കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടമൊക്കെ കണ്ടില്ലേ, ഇത്രയും അടിപൊളിയായി. ഞാനായത് പറയാം എല്ലാ പ്രേക്ഷകർക്കും നിന്നെ എടുത്തോളാം. ഇതുകൊണ്ട് ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടമൊക്കെ നല്ല അടിപൊളിയായി. പാവൽ പയറൊക്കെ ഏകദേശം വിളവ് തീരാറായി. കാരണം ഞങ്ങളുടെ പാവലും പടവലൊക്കെ കിടക്കുന്നുണ്ടോ, നീ ചുമ്മാ പറഞ്ഞാൽ മതി, ചുമ്മാ പറഞ്ഞാൽ മതി. നീ ചുമ്മാ പറഞ്ഞാൽ മതി, ഞാൻ ഇതെടുത്ത് തരാം.